ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർന്ന് പലവിധങ്ങളായിട്ടുള്ള ആരോപണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ഒരു സാഹചര്യത്തിൽ ഈ കേസിലൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് ഫോം ചെയ്തു. 7 അംഗ അന്വേഷണ സംഘം, ജില്ലാ സൈബർ സെല്ലിൻ്റെ വിദഗ്ധ സംഘം ഉൾപ്പെടെയുള്ള ഒരു അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഈ കേസിൻ്റെ അന്വേഷണ മധ്യേ ഈ വിദ്യാർത്ഥിയുടെ നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ബന്ധുമിത്രാദികളുടെ ഭാഗത്തു നിന്നുള്ള മൊഴി പോലീസിന് ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം പലവിധങ്ങളായിട്ടുള്ള മൊബൈൽ ചാറ്റ് അല്ലെങ്കിൽ വോയിസ് കോൺവെർസേഷൻസ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയുണ്ടായി. ആയതുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ അതിലേക്ക് അബറ്റ്മെൻറ്റ് സൂയിസൈഡ്, ആത്മഹത്യാ പ്രേരണ കുറ്റം പോലീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് സെക്ഷൻ 3(1) ക്ലോസ് R മറ്റ് അനുബന്ധ വകുപ്പുകൾ ഉൾപ്പെടെ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് വകുപ്പിൻ്റെ സെക്ഷൻസും കൂടെ നിലവിൽ ഈ കേസിലേക്ക് പോലീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണമാണിപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു FIR ഇന്ന് സൈബർ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 12/26 ആയി സൈബർ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥി കഴിഞ്ഞ ജനുവരി മാസ സമയത്ത് ഡിസംബർ-ജനുവരി മാസ സമയത്ത് ഒരു ലോൺ ആപ്പിലൂടെ പണം കടമെടുത്തിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരമായിട്ടുള്ള ഫോൺ കോളുകൾ ഈ വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും ഫോൺ CDR അനാലിസിസിൽ നിന്നും പോലീസിന് മനസ്സിലാക്കാൻ പറ്റുകയുണ്ടായി. അതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ലോൺ എടുക്കുന്ന സമയത്ത് കോളേജിൽ തന്നെ മറ്റൊരു ടീച്ചറുടെ നമ്പർ ഈ ലോൺ കൊടുത്ത ഏജൻസിക്ക് ലഭിക്കുകയും ആ ടീച്ചറെയും ലോൺ ഡിഫോൾട്ട് ആവുന്ന സമയത്ത്, ഡ്യൂ ആവുന്ന സമയത്ത് ഈ ലോൺ ഏജൻസി വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 10-ാം തീയതിയും അത്തരത്തിൽ നിരന്തരമായിട്ടുള്ള കോൾസ് ഈ ടീച്ചറുടെ മൊബൈൽ ഫോണിലേക്ക് വന്നതായിട്ട് നമ്മുടെ സൈബർ അന്വേഷണത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ആയതിനെ തുടർന്നിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം കൂടെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ. മറ്റു കാര്യങ്ങൾ നമുക്ക് അന്വേഷണത്തിൻ്റെ മധ്യയാണ് വിലയിരുത്താൻ വേണ്ടി കഴിയും. സർ, ഇതിൽ ഈ ജാതി പറഞ്ഞുള്ള അധിക്ഷേപം എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ പ്രധാന ആരോപണമായിട്ട് വരുന്നത്. അത് പോലീസിനെ കണ്ടെത്താൻ പറ്റില്ല, അത് സ്ഥിരീകരിക്കുന്നുണ്ടോ? നിലവിൽ പല തരത്തിലേക്കുള്ള ആരോപണങ്ങൾ ഈ വിഷയത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രഥമ ദൃഷ്ട്യാ ഇതിലൊരു വോയിസ് കോൺവെർസേഷൻസ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ അതിൽ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരം നമ്മൾ വകുപ്പുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആയതിലേക്ക് കൂടുതലായി ആ ക്ലാസ്സിലുള്ള മറ്റ് വിദ്യാർത്ഥികൾ, മറ്റ് ഹോസ്റ്റലിൽ താമസിക്കുന്ന മറ്റ് റൂംമേറ്റ്സ്, ഹോസ്റ്റൽ മേറ്റ്സ് തുടങ്ങിയ ആൾക്കാരുടെയൊക്കെ വിശദമായിട്ടുള്ള മൊഴി നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആയത് രേഖപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്കതിൽ കൂടുതലായിട്ടുള്ള വ്യക്തത നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ. പക്ഷേ നിലവിൽ ഇതിൽ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതിൽ 2 അധ്യാപകരുടെ പേരാണ് പ്രധാനമായും ഉന്നയിക്കപ്പെട്ടത്. ഡോക്ടർ MK റാം, ഒപ്പം തന്നെ ഡോക്ടർ സംഗീത. ഇവരുടെ ഈ പ്രതിപട്ടികയിലെ ചേർത്തിട്ടുള്ള എന്താണ് നടപടി? നിലവിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ പേരുടെയും വിവരങ്ങൾ ചേർത്തുകൊണ്ടാണ് FIR പ്രതിപട്ടികയിൽ പേരുകൾ ചേർത്തിട്ടുള്ളത്. സർ, ഇതിൽ മറ്റൊന്ന്, ഈ കുട്ടി BDS പഠിക്കുന്ന കുട്ടിയാണല്ലോ, ചാടിയത് മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടത്തിൽ നിന്നാണ്, അങ്ങനെ അതിലെന്തെങ്കിലും ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടോ? നിലവിൽ അതിൻ്റെ വിശദമായിട്ടുള്ള ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം ഒക്കെ പോലീസ് നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഫാൾ ഇഞ്ചുറീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കോസ് ഓഫ് ഡെത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഈ കോളേജിലെ വിവിധങ്ങളായിട്ടുള്ള CCTV ക്യാമറകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് കൂടുതലായിട്ട് പരിശോധനയ്ക്ക് നമുക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ സൂയിസൈഡ് എന്നുള്ള കാര്യത്തിൽ നിലവിൽ പോലീസിന് സംശയമൊന്നും തന്നെയില്ല. പക്ഷേ അതിലേക്ക് നയിച്ച കാര്യങ്ങളിലേക്കാണ് കൂടുതൽ വ്യക്തത നമ്മൾ വരുത്തേണ്ടത്. ഈ പറയുന്ന അധ്യാപകർക്കെതിരെ മറ്റെന്തെങ്കിലും പരാതികൾ ഉള്ളതായിട്ട് എന്തെങ്കിലും പോലീസിന് ഇപ്പോൾ ഇൻഫർമേഷൻ ഉണ്ടോ? നമ്മൾ ഒരുപാട് പല വിദ്യാർത്ഥികളും ഈ ഒരു ട്രോമയിലും കൂടെയാണ്. അപ്പോൾ അതും കൂടെ അവരുടെ ഒരു മാനസിക നില കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. നമ്മൾ മുഴുവൻ വിദ്യാർത്ഥികളെയും കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക. ഏതെങ്കിലും തരത്തിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ടെങ്കിൽ അത് മൊഴി പറയാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കോൺഫിഡൻസും വിദ്യാർത്ഥികൾക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് മൊഴി രേഖപ്പെടുത്തും. ആയതിലേക്ക് ഏതെങ്കിലും രീതിയിലേക്കുള്ള എവിഡൻസ് ലഭിക്കുന്ന പക്ഷം അതുമായി ബന്ധപ്പെട്ട മറ്റു നടപടികളും പോലീസ് കടക്കും. അങ്ങനൊരു പരാതി ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ നവംബർ-ഡിസംബർ മാസത്തിൽ ലഭിച്ചൊരു പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ആ പരാതി പ്രഥമ ദൃഷ്ട്യാ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പോലീസ് കാണുന്നില്ല. പക്ഷേ ആ സംഭവത്തെ തുടർന്ന് ഉണ്ടായിരുന്ന പല ഇൻസിഡൻസും, ആ സംഭവം പ്രധാനമായിട്ടും ഇവിടെ ലഭിച്ചിരുന്ന പരാതി ഈ കുട്ടിക്കെതിരെയുള്ള പരാതിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലീസിൽ ലഭിച്ചിരുന്നു.
ആ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ അന്വേഷണ മധ്യേ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി അത് ബേസിക്കലി ഈ പറഞ്ഞിരിക്കുന്ന ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെന്നും പക്ഷേ പിൻകാലത്ത് ആ പരാതിക്കാരന് മനസ്സിലാവുകയാണ് ഇത് പെൺകുട്ടിയല്ല, ഇത് ആൺകുട്ടിയോടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാവുകയും പക്ഷേ തുടർന്ന് അതിലൊരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പരാതിക്കാരൻ തയ്യാറാവാത്തത് കൊണ്ട് അതൊരു പെറ്റീഷൻ എന്ന രീതിയിലേക്ക് ഇവിടെ അന്വേഷിക്കുകയും അതിൻ്റെ രേഖകൾ ഈ പോലീസ് സ്റ്റേഷനിൽ ലഭ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് അന്ന് അത് ആരാണ്, അത് ആണാണോ പെണ്ണാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ വന്നത് കോളേജിൻ്റെ പ്രിമൈസസിലേക്ക് വന്ന് ആയതിനെ തുടർന്നൊക്കെ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പലതരത്തിലേക്കുള്ള അസ്വാരസ്യങ്ങൾക്കും കാരണമായിട്ടുണ്ടെന്നും ആയതുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് കോളേജിൻ്റെ രേഖകളിലേക്ക് എഴുതി കൊടുക്കുന്ന തരത്തിലേക്ക് രേഖകളുണ്ട് എന്നും പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ രേഖകൾ നമ്മൾ ഈ കേസിലേക്ക് എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പോലീസ് ആ വിഷയങ്ങൾ വളരെ കൃത്യമായിട്ട് പരിശോധിക്കും. ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കോളേജിൻ്റെ മറ്റ് പ്രിമൈസസുമായി ബന്ധപ്പെട്ടിട്ടോ റാഗിങ്ങിൻ്റെ അലിഗേഷൻസ് ഇപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുന്നുണ്ട്. നേരിട്ട് അവരുമായിട്ട് സംസാരിച്ച് ഏതൊക്കെ രീതിയിലേക്കുള്ള അലിഗേഷൻസ് ആണോ ഏതൊക്കെ രീതിയിലേക്കുള്ളതാണോ അവർക്ക് എവിഡൻസ് ആയിട്ട് ഈ കേസിലേക്ക് നൽകാനുള്ളത് ആയതും കൂടെ കളക്ട് ചെയ്തുകൊണ്ട് മേൽപ്പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നമ്മൾ നടത്തും. നിലവിൽ അത്തരത്തിലുള്ള പരാതികളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല.